Welcome to my channel, Path to Success. Look at the 13th question. Odds in favor of A are 2 to 3 and odds against B are 4 to 3. Find the probabilities of A and B. So last video ഞാൻ പറഞ്ഞു probabilities of odds in favor എന്ന് പറഞ്ഞാൽ number of success divided by total number of cases. Odds against ആണെങ്കിൽ number of failures divided by total number of cases. അപ്പോൾ എയുടെ കേസിൽ odds in favor ആയതുകൊണ്ട് 2 എന്ന് പറയുന്ന number of successഉം 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 2/5. നെക്സ്റ്റ് വൺ ഓഡ്സ് എഗെയിൻസ്റ്റ് ബി ആയതുകൊണ്ട് 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ്, 3 നമ്പർ ഓഫ് ഫെയിലിയേഴ്സ്. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് പി ഓഫ് ബി ഈക്വൽ ടു 3/7. Look at next question. What is the probability that a leap year selected at random will contain 53 Sundays? നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. അതായത് 52 വീക്സ് ആൻഡ് 1 ഡേ. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 1 ഡേ വരുന്നു. ദെയർഫോർ 366 ഡേയ്സ് ആണ് വരുന്നത്. ദെയർഫോർ 52 വീക്സ് ആൻഡ് 2 ഡേയ്സ് ആണ് വരിക. ആ 2 ഡേയ്സിൽ ഏതെങ്കിലും സൺഡേ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2/7. അതായത് ആ 2 ഡേയ്സ് എന്ന് പറയുന്നത് സൺഡേ മൺഡേ ആകാം, മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ ഓർ സൺഡേ. സോ സൺഡേ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 2 ഔട്ട് ഓഫ് 7 ഡേയ്സ് ഇൻ എ വീക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറേഞ്ചാണ് ചെയ്യുന്നത്. അറേഞ്ച്മെൻ്റ് ആകാം, ഫോർമേഷൻ ആവാം, ഗ്രൂപ്പിംഗ് ആകാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ടിങ് വൺ ഓർ മോർ ഐറ്റംസ് അല്ലെങ്കിൽ സെലക്ടിങ് വൺ ഓർ മോർ ഇൻഡിവിജ്വൽസ്. അവിടെ സെലക്ഷനാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. This formula is NPR for permutation equal to n factorial by n minus r factorial. n എന്ന് പറഞ്ഞാൽ നമ്പറാണ്, r എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എത്ര നമുക്ക് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ എത്ര നമുക്ക് എടുക്കാൻ സാധിക്കും അറ്റ് എ ടൈമിൽ. ഓക്കെ, ദെൻ NCR എന്ന് പറഞ്ഞാൽ n factorial divided by n minus r factorial into r factorial എന്നാണ് വരിക. ഓക്കെ, ഫാക്ടോറിയൽ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 3 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ദാറ്റ് ഇസ് 6. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്ത് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് വരുന്നത്. അസ്യൂമാണത്, അസംഷനാണ്. 1 ഫാക്ടോറിയൽ ഇസ് 1 ആണെങ്കിൽ 7p7 എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് NPR. n എന്ന് പറഞ്ഞാൽ 7 ആണ്, r എന്ന് പറഞ്ഞാൽ 7 ആണ്. therefore 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 7 മൈനസ് 7 ഫാക്ടോറിയൽ. 7 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 0. 0 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1. therefore 7 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 5040 ആണ് വരിക. നോക്കുക, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് രാജേഷ്. അപ്പോൾ രാജേഷ് എന്ന് പറയുന്ന വേർഡിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 6 ആണ്. therefore അറ്റ് എ ടൈം നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 6 ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. therefore r ഈക്വൽ ടു 6 ആണ്. therefore 6p6 ഈക്വൽ ടു 720. കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഫോർമുല ഞാൻ പറഞ്ഞു NCR, അതായത് 10C3 എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10 മൈനസ് 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. അങ്ങനെയാണ് നമുക്ക് കോമൺ നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാം. നമുക്ക് പറയുകയാണെങ്കിൽ 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 ഫാക്ടോറിയൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. therefore 3 ഇൻറ്റു 2 ഇൻറ്റു 1 നമുക്ക് കോമൺ ഒക്കെ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞു. 3 ഇൻറ്റു 3 ഇസ് 9, 2 ഇൻറ്റു 4 ഇസ് 8. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു 3 ഇൻറ്റു 4 ഈക്വൽ ടു 120. Look at fourth question. A bag contains 4 white balls. Find the number of ways of selecting 2 white balls. therefore n എന്ന് പറഞ്ഞാൽ 4 ആണ്. അറ്റ് എ ടൈം നമ്മൾ എത്ര സെലക്ട് ചെയ്യണം? 2 ആണ് സെലക്ട് ചെയ്യുന്നത്. therefore r ഈക്വൽ ടു 2. therefore 4c2. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ദ ആൻസർ ഇസ് 6. ഇനി നമുക്ക് കോമ്പിനേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ക്വസ്റ്റ്യൻ വിൽ ബി സെലക്ടിങ് 2 balls ഓർ സെലക്ടിങ് 3 വൈറ്റ് ബോൾസ്. അങ്ങനെ നമ്പർ എന്ന് പറയുന്നത് 1 above ആയിരിക്കും. നോർമലി നമ്മൾ പ്രോബിലിറ്റികൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്?
വാട്ട് ഇസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ബോൾ. ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോർമൽ പ്രോബിലിറ്റിയിൽ ചെയ്യുന്നത്. പക്ഷേ കോമ്പിനേഷൻ ആണെങ്കിൽ സെലക്ഷൻ ഓഫ് 2 or more ഐറ്റംസ് ഓർ 1 or more ഐറ്റംസ് ആയിരിക്കും ഡിഫറൻസ്. ആൻഡ് പെർമിറ്റേഷനും കോമ്പിനേഷനും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെർമിറ്റേഷൻ വിൽ ബി അറേഞ്ച്മെൻറ്റ്, കോമ്പിനേഷൻ വിൽ ബി സെലക്ഷൻ. And next, look at the sixth question. A bag contains 5 white and 4 black balls. Therefore, total number of balls എന്ന് പറയുന്നത് എത്രയാണ്? 5 + 4 9. 3 balls നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട് 2 should be white. ഔട്ട് ഓഫ് 3ൽ 2 എണ്ണം വൈറ്റ് ആയിരിക്കണം. സോ ഏതൊക്കെ വേസ് നമുക്ക് പെർഫോം ചെയ്യാം? ദാറ്റ് ഈസ് 3 ബോൾ സെലക്ട് ചെയ്യണം, അതിൽ 2 ഷുഡ് ബി വൈറ്റ്. ദാറ്റ് ഈസ് 5C2 ഇൻറ്റു ആൻഡ് ദ ബാലൻസ് റിമൈനിങ് എത്ര 1 ആണ്, ഷുഡ് ബി ബ്ലാക്ക് ഇൻറ്റു 4C1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Thank you for watching this video. I hope you all clear with the concepts. Thank you so much.